നമസ്കാരം. ഒരു മൃഗത്തെയാണ് നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നത്. ആ മൃഗത്തിൻ്റെ പേര് പാണ്ട എന്നാണ്. ഉരുണ്ട തല, രോമം നിറഞ്ഞ ശരീരം, കുറുകിയ കാലുകൾ, ചെറിയ വാൽ. ആകെക്കൂടി ഈ മൃഗത്തിനെ കാണാനൊരു ചന്തമുണ്ട്. തലയും ഉടലും വെളുപ്പാണ്. കൈകാലുകളും കഴുത്തും കറുത്ത നിറമാണ്. ചെറിയ കണ്ണുകൾക്ക് ചുറ്റും ഒരു കറുപ്പ് വലയം കാണാം, കണ്ണാടി വെച്ചതുപോലെ. കാഴ്ചയിലും നടപ്പിലും കരടിയെപ്പോലെയാണ് പാണ്ട. സ്വദേശം ചൈനയാണ്. വെള്ളക്കരടി, കരടിപ്പൂച്ച എന്നൊക്കെ പാണ്ടയ്ക്ക് പേരുണ്ട്. പാണ്ട ഇന്ന് വംശഭീഷണി നേരിടുന്ന മൃഗങ്ങളിൽ മുൻനിരയിലാണ്. ഏകദേശം 2000-ൽ താഴെ പാണ്ടകളെ ഇപ്പോൾ ലോകത്ത് അവശേഷിക്കുന്നുള്ളൂ. പാണ്ടയുടെ ആയുസ് ഏകദേശം 35 വർഷമാണ്. മുളയില്ലാതെ പാണ്ടയ്ക്ക് ജീവിക്കുവാൻ പറ്റില്ല. ഇവയുടെ വാസസ്ഥലം ഇടതൂർന്ന മുളങ്കാടുകളാണ്. മുളയാണ് പാണ്ടയുടെ പ്രധാന ആഹാരം. ദിവസത്തിൽ 12 മണിക്കൂർ മുള ചവച്ചു തിന്നുന്ന സ്വഭാവക്കാരാണ് ഇവ. ഒരു ദിവസം ഏതാണ്ട് 40 കിലോ ആഹാരം വേണം. താടിയെല്ലിനും കവിളെല്ലിനും നല്ല ബലമുള്ളതുകൊണ്ട് മുള നിഷ്പ്രയാസം കടിച്ചു തിന്നുവാൻ പാണ്ടയ്ക്ക് കഴിയും. മുള കൂടാതെ പുല്ല്, പഴങ്ങൾ, ഷഡ്പദങ്ങൾ, ഉരകങ്ങൾ എന്നിവയും ഇവ ആഹാരമാക്കുന്നുണ്ട്. മുളയിൽ നിന്ന് തന്നെയാണ് പാണ്ടയ്ക്ക് വേണ്ട വെള്ളവും കിട്ടുന്നത്. കൂടുതൽ ദാഹിച്ചാൽ പുഴയിലോ അരുവിയിലോ വെള്ളം കുടിക്കും. മനുഷ്യൻ നിലത്തിരിക്കുന്നത് പോലെ കാലുകൾ നീട്ടിയിരുന്നാണ് പാണ്ട മുളങ്കമ്പ് തിന്നുന്നത്. മുൻകാലുകളിലെ വിരലുകൾക്കിടയിൽ മുളങ്കമ്പുകൾ പിടിച്ച് പൊക്കിയെടുത്ത് വായ്ക്കുള്ളിൽ വച്ച് അത് ചവച്ചു തിന്നുന്നു. പല്ലുകൊണ്ട് തൊലി പറിച്ചു കളഞ്ഞ് ഉള്ളിലുള്ള മാംസളഭാഗമാണ് കഴിക്കുന്നത്. ജനിക്കുമ്പോൾ പാണ്ടക്കുഞ്ഞ് വളരെ ചെറുതായിരിക്കും. പിങ്ക് നിറത്തിലുള്ള കുഞ്ഞിന് അമ്മയുടെ 900-ൽ 1 വലിപ്പമാണ് ഉണ്ടാവുക. കാഴ്ചശക്തി ഒട്ടുമേയില്ല. ശരീരത്തിൽ രോമവും ഉണ്ടാവില്ല. മനുഷ്യർ കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നത് പോലെ അമ്മ പാണ്ടകൾ കുഞ്ഞിനെ കൈകളിലാട്ടി നെഞ്ചോട് ചേർത്ത് താലോലിക്കുന്നു. 50-60 ദിവസം കഴിഞ്ഞാണ് പാണ്ടക്കുഞ്ഞിന് കാഴ്ചശക്തി ഉണ്ടാകുന്നതും കണ്ണു തുറക്കുന്നതും. 10 ആഴ്ച പ്രായമാകുമ്പോൾ അത് ഇഴഞ്ഞു തുടങ്ങും. 21 ആഴ്ചയായാൽ നടക്കാൻ തുടങ്ങും. 1.5 വയസ്സുവരെ അമ്മ കുഞ്ഞിനെ വളർത്തും. അത് കഴിഞ്ഞാൽ കുഞ്ഞ് സ്വന്തം കാര്യം നോക്കി മറ്റ് വലിയ പാണ്ടകളെ പോലെ ജീവിക്കും. ഇത് പാണ്ട എന്ന് പറയുന്ന മൃഗത്തെപ്പറ്റിയുള്ള ഒരു ചെറിയ വിവരമാണ്. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.